അവിടെ നമ്മൾ എന്താ മാറ്റം വന്നത്? ആ ഫഅല, ആ ലാമിന് നമ്മൾ ഫതഹ് കൊടുത്തു, പിന്നെ ത അല്ലെ, ആ തായിന് ഒരു അലിഫ് ചേർത്ത് കൊടുത്തു. അപ്പൊ ഫഅലത്ത, ഫഅലത്ത് എന്നതിലെ ആ പിന്നെ തായിന് ഫതഹ് കൊടുത്തിട്ട് നമ്മൾ അലിഫോണ് നീട്ടി. അപ്പൊ ഫഅലത്ത, അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിച്ചു. ഇനി അതേ രൂപത്തിൽ തന്നെ ഏത് ഫീലും അതേ രൂപത്തിൽ നമ്മൾ സർഫാക്കാം അല്ലെ. അപ്പൊ അതുപോലെ അവസാനത്തെ ഭാഗം ഏതായിരുന്നു? ഫഅൽന അല്ലെ, അവർ ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിച്ചു. അൽഹംദുലില്ലാഹ്, ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ ഇനി അതേപോലെ ഏതൊരു ഫീല് പ്രവൃത്തിയെ കുറിച്ച് പറയുന്ന ക്രിയകൾ നമുക്ക് കിട്ടിയാലും ഇതേപോലെ നമ്മൾ സർഫാക്കണം. അപ്പൊ ജലസ, ഉദാഹരണം ജലസ എടുക്കുകയാണെങ്കിൽ അവൻ ഒരു പുരുഷൻ ഇരുന്നു. ഇനി എങ്ങനെ സർഫാക്കും? എങ്ങനെയാണ്? ജലസ, ജലസ, ജലസു, ജലസത്ത്, ജലസത, ജലസ്ന, ഈ രൂപത്തിൽ. അതുപോലെ അതിന്റെ മുളാരിയ രൂപമായിരുന്നു ഇന്നലെ പിന്നെ സാർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് സാറിന്റെ ക്ലാസ്സിൽ തന്നെ കേൾക്കാം. പിന്നെ സാർ നമ്മൾ അടുത്ത് സൂചിപ്പിച്ചിരുന്നൊരു കാര്യമായിരുന്നു, നമ്മൾ 3 അക്ഷരമുള്ള ഫീലാണ് പറഞ്ഞത് അല്ലെ. എന്നാൽ 3-ൽ അധികം അക്ഷരമുള്ള, അതായത് 4, 5, 6 അക്ഷരങ്ങളുള്ള മാലിയ ഫീലുകളുമുണ്ട്. അത് നിങ്ങൾ പാഠത്തിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ വിശദമായ പഠനം നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് പേടിക്കേണ്ടതില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക്, ഇതിന്റെ അടിസ്ഥാനം മാത്രം നമ്മൾ പറഞ്ഞ്, ഇത് മാത്രം, പ്രത്യേകിച്ച് 3 അക്ഷരമുള്ള ഫീലുകൾ. ഇനി ഏത് മാലിയ ഫീൽ കിട്ടുകയാണെങ്കിലും നമുക്കറിയാം. ഉദാഹരണം അമാത്ത, നമ്മളൊരു ദിക്റുണ്ടല്ലോ, ഉടങ്ങി എണീക്കൽ എന്താ ചൊല്ലല്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി അല്ല ബഅദമ അമാതനി വഇലൈഹി നുശൂർ അല്ലെ. അവിടെ അമാത, അഹ്യ, ഇങ്ങനത്തെ 2 ഫീലുകളെ കാണാൻ കഴിയും. അപ്പൊ ഈ ഫീലുകൾ എന്താ, അതിന്റെ അവസാനം നോക്കിയാൽ മതി. അമാത്ത എന്നതിലെ ത, അപ്പൊ നമ്മൾ ഫയലിൽ ചെയ്തതുപോലെ ഈ ക്രിയകളുടെ ഒക്കെ മാലിയ ഫീൽ കേട്ടോ, മാലിയ ഫീൽ ആണെങ്കിൽ അതിന്റെ അവസാനത്തെ അക്ഷരങ്ങളിലാണ് മാറ്റം വരുന്നത്. അതിലേക്ക് ഉദാഹരണം ഇപ്പൊ മുസന്നയാവുമ്പോ അമാത്ത എന്നുള്ളതിന് അമാത്ത ഒരു അലിഫ് ചേർത്ത് കൊടുത്താൽ മതി, ഫഅലയിൽ ചെയ്തതുപോലെ തന്നെ. അപ്പൊ എത്ര അക്ഷരമുള്ള ഫീലാണെങ്കിലും നമുക്ക് പേടിക്കേണ്ടതില്ല. നമുക്ക് അവസാനത്തെ അക്ഷരവും അതിലേക്ക് ചേർത്തി കൊടുക്കുന്ന അക്ഷരങ്ങളും മാത്രം മനസ്സിലാക്കിയാൽ തന്നെ മാലിയ ഫീലിനെ നമുക്ക് പിന്നെ അതിന്റെ വ്യത്യസ്ത രൂപങ്ങളില് സർഫാക്കാൻ നമുക്ക് കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിപ്പോ മെയിനായിട്ട് പഠിക്കുന്നത്, നിങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് നിങ്ങളെ 3 അക്ഷരമുള്ള ഫീലുകളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഉദാഹരണം കതബ, ജലസ, ഖറഅ, ഇങ്ങനെ ഒരുപാട് ഫീലുകൾ നിങ്ങളെ പുസ്തകത്തിലുള്ള ഫീലുകൾ തന്നെ നിങ്ങൾ മനപ്പാടാക്കിയാൽ മതി. അതിൽ തന്നെ ഒരുപാട് ഫീലുകളുണ്ട്. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് മുളാരിന്റെയും മാലിയുടെയും ഒക്കെ താരതമ്യ പഠനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലും ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിലൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ലിസാനിനൊക്കെ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ചോദ്യ പേപ്പർ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നല്ല. പുസ്തകം കാണുമ്പോൾ നമുക്ക് പ്രയാസമൊക്കെ തോന്നുമെങ്കിലും ചില ക്വസ്റ്റ്യനുകൾ നമ്മൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ആ ക്വസ്റ്റ്യന്റെ രീതികൾ മനസ്സിലാക്കിയാൽ തന്നെ വളരെ സിമ്പിൾ ആണ് ലിസാനുൽ ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് തുടർന്നും സാറിന്റെ ക്ലാസ്, ഉസ്താദിന്റെ ക്ലാസ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിനെ, മുഹമ്മദ് അലി സാറിനെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ ക്ലാസ് എടുക്കാനോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങൾ കാണാം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാഹത്തായി നിങ്ങളെ ക്ലാസ്. എല്ലാവർക്കും ഉസ്താദ് ഇങ്ങനെ പിന്നെ ഫോണിലല്ലേ കേൾക്കലുള്ളൂ, ആദ്യമായിട്ടൊന്ന് കാണുന്നതാണ്, പരിചയമാകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഉസ്താദാണ് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടും പിന്നെയാണ് ഉസ്താദിനെ വിളിച്ചെത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇനി കുറച്ച് പേര് ക്ലാസ്സിൽ ഇപ്പൊ മെസ്സേജ് വിടാനുള്ള ഓപ്ഷൻ മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ, കൈ ഉയർത്താനും. അപ്പൊ കൈ ഉയർത്തിയപ്പോൾ തന്നെ കുറെ പേര് ഇങ്ങനെ ഉയർത്തി കളിക്കുന്ന ആളുകളുണ്ട്. റഹീന കബീർ, ഞാൻ കുറെ പ്രാവശ്യം കൈ താത്തിയാലും വീണ്ടും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഒന്നും തരുന്നില്ല. കാരണം തന്നാൽ നമ്മൾ ഈ പറയപ്പെട്ട ആ 100-ഓളം ഉള്ള കുട്ടികൾ എല്ലാവരും കൂടെ സംസാരിച്ചാൽ ഈ 1 മണിക്കൂർ ക്ലാസ് കിട്ടാണ്ടാവും. അതുകൊണ്ട് കൈ പൊക്കിയവരൊക്കെ കൈ താത്തിക്കൊള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വളരെ പേര് പറയും. പിന്നെ അതിനുശേഷം ഉസ്താദ് അവരൊക്കെ റിമൂവ് ചെയ്യും. അപ്പൊ പിന്നെ അവർക്ക് ലൈവ് ക്ലാസ്സിൽ പിന്നെ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവും. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ കണ്ടല്ലോ, നമ്മള് പിന്നെ സംസാരിക്കാൻ അവസരം തന്നപ്പോൾ പോലും ഇതിൽ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതായത് സൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതോടുകൂടെ ആ ഒരു ഓപ്ഷൻ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ വാട്സപ്പിൽ ചോദിക്കേണ്ടത്. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യുള്ളൂ, പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത മക്കൾക്ക് മാത്രമേ ചോദിക്കാനുള്ള അവസരം ഓപ്പൺ ആക്കി തരുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് കൈ ആരും പൊക്കിയിട്ട് കാര്യമില്ല എന്നർത്ഥം. കൈയൊക്കെ താത്തി വെച്ചോളൂ. ലോവർ യുവർ ഹാൻഡ്സ് കേട്ടോ. മറ്റൊന്ന്, ഇപ്പൊ എല്ലാവരും താത്തിയിട്ടുണ്ട്. ഇനി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ആളുകളെ സിമ്പിൾ ആയിട്ടുള്ള പുറത്തേക്ക് ഇടും. അത് ഭീഷണിപ്പെടുത്തിയതല്ല, അത് ബാക്കിയുള്ള ഇന്നലെ കുറെ പേരിങ്ങനെ
ഇമോജികൾ വിട്ട് കളിച്ചപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് പല രക്ഷിതാക്കളും അറിയിച്ച കാരണത്താലാണ് ആ ഓപ്ഷനും കൂടെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി അടുത്തൊന്ന് ഇപ്പം കൈ വെക്കാനുള്ള അവസരവും മെസ്സേജ് അയക്കാനുള്ള അവസരവും ഉള്ളത്. ഈ മെസ്സേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജില്ലയും കൂടെ അയക്കണം. എന്നാലാണ് നിങ്ങളുടെ പ്രസന്റ് ആക്കിയാൽ കഴിയുള്ളൂ. കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. കുറെ പേര് അയക്കാൻ ബാക്കിയുള്ളവർ കൂടെ അയക്കുകയും ചെയ്യാം കേട്ടോ. അയച്ച കുട്ടികൾക്ക് പ്രത്യേകം താങ്ക്സ് പറയണം, ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. അപ്പോൾ ഇനി കൈ പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൈ പൊക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം തരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, അങ്ങനെ സ്ഥലങ്ങൾ അയച്ചോളൂ. സ്ഥലം അയക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു രസം ഉണ്ടാവുക. ഓക്കെ, സിറാജ് മുനീരൊക്കെ സ്വന്തം പേര് വെച്ചിട്ടാണ് ചെയ്യാനുള്ള എന്താ പറയാ, ബാക്കിയുള്ളവരുടെ ഫോണൊന്നും വെക്കണ്ട, ഫോട്ടോസ് ഒന്നും വെക്കണ്ട. നമ്മളെ ഫോട്ടോ ആണ് ലോകത്തെ ഏറ്റവും സുന്ദരമായ ഫോട്ടോ. അതറിയില്ല? ഏറ്റവും സുന്ദരമായ ഫോട്ടോ ഞാൻ പറയുന്നത് എന്റേതാണ്, നിങ്ങൾ പറയുന്നത് നിങ്ങളുടേതാണ്. വേറെയുള്ള ആളുകൾ കളിക്കാരുടേതോ സിനിമക്കാരുടേതോ ഫോട്ടോ നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ച പാഠഭാഗത്തിലൂടെ ജസ്റ്റ് ഒന്നും കൂടെ പാസ് ചെയ്ത് പോവാം. എല്ലാ ജില്ലകളും ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനം വേറെ തന്നെയാണ് അല്ലെ? എല്ലാ ജില്ലകളിൽ നിന്നും ആളുകളെ കാണുന്നുണ്ട് കേൾക്കുമ്പോൾ വേറെ തന്നെയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്നലെ പഠിപ്പിച്ച പാഠഭാഗം അതിലൊന്നും കൂടെ പോവാം. കാണുന്നുണ്ടല്ലോ? ഓക്കെ, നീ കാണുന്നുണ്ടല്ലോ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞോളൂ. അപ്പൊ അതിനേക്കാൾ ബുദ്ധിമുട്ടാവുന്ന രീതിയാണ് ആ ഓപ്ഷനും കൂടെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്. മൂന്നാമത്തെ ദിവസമായി. ഇന്നലെ വരെ നമ്മൾ പൊതു ഗ്രൂപ്പിൽ വന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ വരാനുള്ള ആളുകൾക്കൊക്കെ ക്ലാസ്സിന്റെ ലിങ്കുകൾ അയച്ചു കൊടുത്തിരുന്നു. കാരണം എന്താണ് ഈ ക്ലാസ് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ നമ്മളെ എന്താ പറയാ, പൊതുസമൂഹത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ആളുകൾ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുന്നത് ഒരു മാസത്തിന് 500 രൂപയാണ്. ഒരു മാസത്തിന് 500 രൂപ. നമ്മൾ ആകെയുള്ള എക്സാം തലേ വരെയുള്ള 40 ദിവസത്തെ ക്ലാസ്സിനാണ് ആകെ 100 രൂപ ഫീസ് വാങ്ങിയത്. ഫീസ് എന്തിനാ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ കുട്ടികളെയാണ്, എൻ്റെ കുടുംബത്തിലെ കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരം അവർക്ക് വേണ്ടി ചെയ്യാൻ ഒരുങ്ങിയതാണ്. അപ്പോ അതേ സമയത്ത് കുറെ പേര് ഉണ്ടാവുകയാണെങ്കിൽ നന്നായല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെയുള്ള അവസരം തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറഞ്ഞ ഫീസിൽ ഈ പ്രാവശ്യം മാത്രം ചെയ്യുന്നത്. ഇൻഷാ അള്ളാ നമുക്ക് ഇനിയും തുടരണം. ഈ ഒരു ബന്ധം നമുക്ക് അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും വേണം. ഇൻഷാ അള്ളാ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഓക്കെ, ഇന്നലെ പഠിച്ചതിൽ ഏറ്റവും ഇന്നലെയും മിനിയാന്നുമായിട്ടും പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിയോയില് മാളി എന്ത് എന്ന്, അതുപോലെ ഫിയോയില് മുളാരി എന്ത് എന്നുമായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ഈ 2 ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുവരെ പരീക്ഷയ്ക്ക് വരാത്ത ചോദ്യമായതുകൊണ്ട് ഈ 2-ലൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഇത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. പരീക്ഷയ്ക്ക് ചോദ്യം വന്ന പേപ്പർ കാണുമ്പോഴേക്ക് ഈ ഓർമ്മ, നിങ്ങളെ ഓർമ്മ, ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടാകും. അപ്പോ എക്സാമിന്റെ തലേ ദിവസങ്ങളിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. അവർ പോയി പരീക്ഷ എഴുതി തിരിച്ചു വരുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. ഇതേപോലെ തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഈ 2 ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതുവരെ ചോദിക്കാത്തതായതുകൊണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എന്താണ് അൽ ഫിയലുൽ മാളി, അല്ലെങ്കിൽ എന്താ ഫിയലുൽ മുളാരി, ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇനി നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത് ഇതായിരുന്നു. പാഠഭാഗത്തിലുള്ള നിങ്ങളുടെ 10ാമത്തെ പേജിലാണ് തോന്നുന്നുള്ളത് അല്ലെ? അതിലുള്ള ഈ ചോദ്യമാണ് ഒന്ന്. മുഫ്രദ് എന്ത്, മുസന്ന എന്ത്? ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗമാണ്. മാളിയും മുളാരിയും. ഇന്നലെ മുളാരി നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ദിവസം മാളി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ മുസന്നയും മുഫ്രദും, ഒരു മുഫ്രദായ വാക്ക് തരും, മുസന്ന തരും, എഴുതാൻ തരും, അല്ലെങ്കിൽ മുസന്ന തരും, മുഫ്രദ് എഴുതാൻ വേണ്ടി തരും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ. അപ്പൊ ഈ പേജിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഈ ഭാഗം വസല എന്ന ഈ മുഫ്രദിനെ മുസന്നയാക്കുമ്പോൾ വസല എന്ന അലിഫിട്ട് കൊടുത്തു അല്ലെ? ലാമിന് അലിഫിട്ട് കൊടുത്തു. പുറത്തല്ല, ഈ ലാമിന്റെ ഉള്ളിൽ തന്നെ ഇടണം. ചില ആളുകൾ ഹോംവർക്ക് ചെയ്തപ്പോൾ അലിഫ് പുറത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എഴുതി. അത് ഉസ്താദ്മാർ കൂട്ടൂല. ഈ ലാമിന്റെ ഈ ഭാഗത്ത് തന്നെ കാണുന്നുണ്ടാവുമല്ലോ, ഈ ഭാഗത്ത് തന്നെ ചേർക്കണം, ഈ ഭാഗത്ത് തന്നെ. അതുപോലെ ഹറജ, ഈ അലിഫിനെ ഒന്ന് ചേർത്ത് ഹറജ എന്ന് ചേർക്കണം. ഖാമ ഖാമ മുസന്ന. അപ്പൊ മാളി ഈസിയാണ്. എന്നാൽ മുഫ്രദ് മുദാരിയിലേക്ക് മാറ്റും, മുസന്ന മുദാരിയിൽ നിന്ന് മാറ്റുമ്പോൾ ചെറിയൊരു പണിയും കൂടിയുണ്ട്. യഹ്സിലു എന്നതുണ്ടെങ്കിൽ യഹ്സിലു വരെ പോരാ, ഈ അലിഫിട്ടെടുത്തു യഹ്സിലാന്നാക്കി പോരാ, നൂനും കൂടിയും ചേർക്കണം. മുസന്ന 2 ആൾക്കാരാവുമ്പോൾ
യഗ്സിലാനി അവിടെയാണ് പ്രധാനം. യഗ്സിലാനി കണ്ടോ, യഹ്റുജു അപ്പൊ യഹ്റുജാനി. അപ്പൊ ഒരു അലിഫും വേണം, നൂനും വേണം, നൂനിന് കെസറും വേണം. അല്ല ഫത്തവും കെസറും ഇടാന്നിരുന്നാൽ കുഴപ്പമില്ല. നിങ്ങൾ ഫത്തഹോ ലമ്മൊന്നും ഇട്ടില്ലെങ്കിൽ ഉസ്താദ്മാരത് വായിച്ചെടുത്തോളൂ യഗ്സിലാനി എന്നുള്ളത്. എന്നിട്ട് എങ്ങനെയെങ്കിലും അരമാർക്ക് കുറക്കാൻ നോക്കുന്ന ഉസ്താദ്മാരുണ്ടാവും. കാരണം നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടുമ്പോഴേ തെരഞ്ഞീന് പക്ഷെ പിസ്കത്തിന് ചില ഉസ്താദ്മാരുണ്ടെങ്കിലോ, എല്ലാ ഉസ്താദ്മാരും പിസ്കന്മാരൊന്നല്ല, ചില ഉസ്താദ്മാർ അങ്ങനെ ഉണ്ടെങ്കിലോ ഒരു നൂനിന് കെസറിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അരമാർക്ക് കുറച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ 5 മാർക്കിലും അരമാർക്ക് പോയാൽ എന്തായി, 5 വിഷയത്തിൽ 2.5 മാർക്ക് നമ്മളത് പോയില്ലേ. അതുകൊണ്ട് കെസറൊക്കെ ഇട്ടുന്ന സമയത്ത് കെസറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അപ്പൊ മറക്കരുത് അതില്. യഗ്സിലാനി അതേപോലെ യഹ്റുജാനി. അപ്പൊ അലിഫും വേണം, നൂനും വേണം. ഇവിടെ ആയപ്പോ എന്ത് ചെയ്ത് മതി, ഖറജ മാത്രം മതിയായിരുന്നു, അലിഫ് മാത്രം മതിയായിരുന്നു. യഹ്റുജ് വന്നപ്പോ യഹ്റുജാനി വേണം, യഖൂമാനി വേണം. അപ്പൊ നമ്മൾ ഈ ഒരു ചോദ്യം വന്നാൽ, യഗ്സിലു വന്നാല് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് മുളാരിയാണെന്ന് ഉറപ്പാക്കണം. എന്നാലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം യാ ഉള്ളതൊക്കെ ഏകദേശം യാവും തൊട്ടടുത്ത് സുക്കൂനൊക്കെ ഉള്ളത് ഏകദേശം എന്ത് തന്നെയാണ്, മുളാരിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അലിഫൻ നൂനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, അല്ല അലിഫൻ നൂനും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ യഗ്സിലാനി കണ്ടു, എന്നിട്ട് മുസന്നാക്കാൻ വേണ്ടി പറഞ്ഞ യഗ്സിലു ലമ്മിട്ട് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ഈ ഫത്തഹും കസറും ലമ്മൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നർത്ഥം. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, നൂനാണോ കസറാണോ സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് അപ്പൊ ഒന്നും ഇടരുത്, സംശയം ഉണ്ടെങ്കിൽ. അങ്ങനെ സംശയം ഇട്ടു, നീ എല്ലായിടത്തും നമ്മൾ ന്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉസ്താദ് തെറ്റിന്ന് മാർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ എന്ത് ചെയ്യരുത്, എഴുതിയേ ചെയ്യരുത്. അപ്പൊ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ എപ്പോഴും അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതിലൊക്കെ കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടതിലുള്ളത്. ഈ രീതിയിലാണ് ചോദിക്കുക. പരമാവധി ഈ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഉസ്താദ്മാര് ശ്രദ്ധിക്കും. അപ്പോ ഇന്ന് ഞാൻ ആദ്യം തന്നെ, ഇന്നലെ നമ്മൾ ഹോംവർക്ക് വേറെ പറഞ്ഞത്, ഇന്ന് ഞാൻ നിങ്ങളോട് ആദ്യമേ ഒരു ഹോംവർക്ക് പറയാണ്. നിങ്ങൾക്ക് ഒരു വർക്ക് തരുന്നത്, മാളിയായ ഫിയോയിലുകൾ കിതാബിൽ എത്രയുണ്ടോ അത് മാത്രം ലിസ്റ്റ് ചെയ്യാം. എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞോ അത്രയും നിങ്ങൾ ആ കുട്ടിയാണ് ഫസ്റ്റ് ഉള്ളത്. എന്താ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ കുറച്ചും കൂടി പേര് കൈ പൊക്കിയിട്ട് കാണുന്നുണ്ട്. മുഹമ്മദ് സിനാന്, ABC, സിഞ്ചിൻ മോനു, അർഷദ് ടി, സിറാജ് മൂന്നിയൂര്. ഇവരെ ഞാൻ പുറത്തേക്ക് വിട്ടാലോ? നിങ്ങൾ കൈ താത്തുന്നില്ലെങ്കിൽ ഞാൻ ഉടനെ പുറത്തേക്ക് ആക്കും. അല്ലെങ്കിൽ മൊഹിദ്ദീൻ ഫൈസി ഉസ്താദെ, ഈ ആളുകളെ ഇനി കൈ പൊക്കിയാൽ അവരെന്ത് ചെയ്തോളൂ, താഴേക്ക് വിട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടോളൂ. അടുത്ത ദിവസം ഒരു ക്ലാസ്സിൽ വന്നാൽ മതി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്താ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞപ്പോ നമ്മൾ വിഷയം മാറിയത് കണ്ടില്ലേ? നമ്മൾ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുക. അങ്ങനത്തെ ആളുകൾ നമ്മുടെ ക്ലാസ്സിലും വേണ്ട. കാരണം അവരെന്ത് ചെയ്യും, എങ്ങനെ ആയാലും അവർക്ക് ഈ 100 മാർക്ക് വാങ്ങാൻ കഴിയാത്ത കുട്ടികളാണ്. അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒക്കെ വാങ്ങിയതല്ലോ. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വിടാവുന്നതാണ്. അതാണ് എന്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്ന കുട്ടികൾ മാത്രം ക്ലാസ്സിൽ ഇരുന്നാൽ മതി. അല്ലാത്തവർ എന്ത് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ ഇരിക്കേണ്ട, അവർ പോയി കളിച്ചോളി, ഇതിൽ കയറിക്കാണ്ട് കളിക്കേണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അതിങ്ങനെ പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. ഓക്കെ, സാരല്ല. നമ്മൾ പറഞ്ഞു വന്നത്, കിതാബിൽ എത്രത്തോളം മൊളാരി ഉണ്ടോ മാലുണ്ടോ അതൊന്നും കൂടെ നിങ്ങൾ എഴുതണ്ട. ഖറജ സർഫാക്കും വേണ്ട. ഖറജ ഒരു ഫീൽ എഴുതിയ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഖറജ എഴുതി കഴിഞ്ഞ ആ കുട്ടി, ഒരു മിനിറ്റ്, ഞാനിവിടെ അവരങ്ങ് റിമൂവ് ചെയ്താൽ ഈ ABC സ്വന്തം പേരിൽ മക്കൾ വരുന്ന വേണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് നാളെ മുതൽ അഡ്മിഷൻ തരുന്നതല്ല, സ്വന്തം പേരിൽ തന്നെ വരിക. അതേപോലെ ABC എന്ന് പറഞ്ഞ കുട്ടി ഇവിടെ അങ്ങനെ എന്താ പറയുക ബുദ്ധിമുട്ടി തരുന്നതുകൊണ്ട് ഇന്ന് നമ്മൾ ആ കുട്ടിനെ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും സന്തോഷത്തോടെ സമ്മതത്തോടെ. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഉമ്മു സലമാക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ മെയിൻറ്റ് ചെയ്യുന്നതോട് കൂടെ എന്ത് ചെയ്യും, നിങ്ങളെ ഞങ്ങൾ പുറത്തേക്ക് വിടുകയല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് മാർക്ക് ചെയ്യാണ്. അങ്ങനത്തെ കുട്ടികൾക്ക് അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ കയറാനും കഴിയുണ്ടാവില്ല കേട്ടോ. പുറത്താക്കിയാൽ ഇപ്പോൾ ഉമ്മമാർക്ക് സങ്കടമാവും, എന്റെ കുട്ടി ഇങ്ങനെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ബുദ്ധിമുട്ടിക്കാണ്ട് തരുന്നു വേണ്ട. നിങ്ങൾ തരാനുള്ള ഫീസ് നമുക്ക് തന്നല്ലോ. അപ്പൊ ഇനി പാസ്സാകാന്നല്ലോ നിങ്ങളുടെ ദൗത്യമാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കുന്ന സമയത്ത് ഇതുപോലെ ക്ലാസ്സിന്റെ ഇടയിൽ ശല്യപ്പെടുത്തുന്ന ആളുകൾ നമുക്ക് വേഗം ഈസി ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്കുള്ള ഹോംവർക്ക് തന്നത് എന്തായിരുന്നു? ഇപ്പൊ അവരെ കുട്ടിയോടുകൂടെ അവരെ പിന്നെ ഇനിയൊരു ശല്യം അവരെ കൊണ്ടില്ല എന്നുള്ളതാണ്.
അല്ലെങ്കിൽ എന്താ പറയുക, അത്യാവശ്യ സമയത്ത് പിന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഓപ്ഷനും കൂടെ ഇല്ലാണ്ടായി പോകും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയാൻ പോലും അവസരം ഇല്ലാണ്ടാവുമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാം, അവിടെ ഇരിക്കട്ടോ. ഇനി ശരിക്കും അങ്ങനെ വേണ്ടത്, എല്ലാ കുട്ടികളും വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കണം, അപ്പോഴേ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവരെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്ലാസ്സിന്റെ ഇടയിൽ ശല്യം വന്നത് ഇങ്ങനെ മക്കളുടെ ചെറിയ അസ്വസ്ഥത കാരണത്താലാണ്. അസ്വസ്ഥയുള്ള മക്കൾ ഇനി നേരെ ക്ലാസ്സിലേക്ക് വരാതിരിക്കാൻ ആ പണി ഞാൻ എടുക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ ഐ ഡി ഉണ്ടല്ലോ, ആ മെയിൽ ഐ ഡി കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. ഞാൻ നിങ്ങൾക്ക് ഒരു ഫോം അയച്ചു തരും. ആ ഫോം അയക്കുമ്പോൾ നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം, മെയിൽ ഐ ഡി, ഏത് മെയിൽ ഐ ഡി നമ്മൾ കയറി വെച്ചാൽ ആ മെയിൽ ഐ ഡി കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് തരണം. അങ്ങനെ ആകുമ്പോഴേ ഇങ്ങനെ കളിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേഗം പിടിച്ച് പുറത്തേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറി വരാൻ ഇനി സമ്മതം ആവശ്യം ഉണ്ടാവില്ല, പുറത്താക്കിയ പിന്നെ ക്ലാസ്സിലേക്ക് കയറാൻ ഒരു കഴിയുണ്ടാവില്ല, അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എല്ലാ ഫ്യൂവലുകളും നിങ്ങൾ എഴുതിയിട്ട് ഏറ്റവും കൂടുതൽ എഴുതിയ കുട്ടിക്ക് നമ്മൾ ഒരു സമ്മാനം അയക്കുന്നതായിരിക്കും. എന്താ സമ്മാനം എന്നുള്ളത് നമുക്ക് വഴിയേ പറയാം. ഓക്കെ, അപ്പോ ഏറ്റവും കൂടുതൽ, ഏറ്റവും ചുരുങ്ങിയത് എത്ര ഫ്യൂവൽ ഉണ്ടോ ആ ഫ്യൂവൽ കിതാബിലുള്ളത് മാത്രമേ പറ്റുള്ളൂ. അതിൽ ഖറജ എന്ന് പറഞ്ഞ സർപ്പാക്കിക്കാണ്ട് ഖറജു അല്ലെ ഖറജത്ത അതൊന്നും എഴുതിയാൽ കൂട്ടൂല. ഫ്യൂവലുകൾ അതും മാവി മാത്രം. ഫ്യൂവല് മാവിയിലെ മുഫ്രദ്, അതായത് ഒരാൾ പറയുന്ന, ഒരു ആൺ പറയുന്ന വാക്ക്, ഖറജ, നസറ, അങ്ങനത്തെ ഫതഹ, ഫഅല, അങ്ങനെയുള്ള ഫീലുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഫീലുകൾ നിങ്ങൾ, അതാണ് ഹോംവർക്ക്. ആ ഹോംവർക്കിൽ ഏറ്റവും കൂടുതൽ ആരാണ് എഴുതിയത് ആ കുട്ടിക്കായിരിക്കും എന്തുണ്ടാവുക, കൂടുതൽ, ആ കുട്ടിക്കായിരിക്കും കൂടുതൽ, ഏറ്റവും കൂടുതൽ ആരാണ് ടോപ്പ് കിട്ടി ആ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുക. ഓക്കെ, എല്ലാ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, ശരി ഇട്ടാ പോരല്ലോ. ഈ ഇതിൽ അങ്ങനെയല്ല, അതിൽ ഗിഫ്റ്റ് തരാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പൊ റെഡിയാണല്ലോ, ഹോംവർക്ക് മനസ്സിലായല്ലോ. എന്താ ചെയ്യേണ്ടത്, മുഫ്രദ് മാളി മാത്രം ടെക്സ്റ്റ് ബുക്കിലുള്ളത്, പുറത്തുനിന്നൊന്നും എടുക്കാൻ പാടില്ല. ടെക്സ്റ്റ് ബുക്കിൽ ആ ഒന്നാമത്തെ പാഠം മുതൽ അവസാനത്തെ പാഠം വരെയുള്ള ഫിയല് മാവി മുഫ്രദ് മാത്രം എഴുതിയിട്ട് അയക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഏത് കുട്ടിയാണോ എഴുതിയത് ആ കുട്ടിക്ക് സമ്മാനം. എന്നാൽ ഒരേപോലെ കിതാബാണല്ലോ, എല്ലാവർക്കും നോക്കിയാൽ കിട്ടുന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിട്ടി നോക്കുക. അങ്ങനെ കിട്ടിയവർക്ക് എന്താ ചെയ്യാ, നമ്മള് അങ്ങനത്തെ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെ ഫുള്ള് സമ്മാനം കിട്ടിയ കുട്ടിയാണെങ്കിൽ ഒരേപോലെ വന്നാൽ, അങ്ങനെ ഫുള്ള് വന്ന കുട്ടീനെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ അഭിപ്രായം പറയും. നറുക്കെടുത്തിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് നറുക്കെടുത്തിട്ട് നമുക്ക് അതിലൊരാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കാം നമുക്ക്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് പാഠഭാഗത്തേക്ക് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് എന്താ പറയാ, ചില കുട്ടികളുടെ ഒരു അസ്വസ്ഥത നമ്മളെ ക്ലാസ്സിനെ ബാധിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ പേര് നമ്മളോട് പറയുന്നു. ആ കുട്ടികളെ ഗ്രൂപ്പിൽ തന്നെ ഇനി റിമൂവ് ചെയ്യും. ആ കുട്ടികളെ പേരെടുത്തിട്ട് അവരെ റിമൂവ് ചെയ്യും. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലാസ്സിന് ശല്യപ്പെടുത്തുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടിന്റെ പൈസ നമ്മൾ വേണമെങ്കിൽ തിരിച്ചു തരും, അല്ലെങ്കിൽ പൈസ തന്നെയാതും വരാം. ഏതായാലും പൈസ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ക്ലാസ് കയറിയിട്ട് കളിക്കേണ്ടതില്ല. ക്യാഷ് കിട്ടില്ല, ആ കുട്ടികളെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ആ കുട്ടികൾ വീണ്ടും പഠിക്കാൻ വേണ്ടി വരണമെങ്കിൽ 500 രൂപ ഫീസ് തന്നെങ്കിലേ കയറ്റുള്ളൂ. ഓക്കെ, കേട്ടോ. അല്ലെങ്കിൽ ആ കുട്ടികൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ലല്ലോ. പഠിക്കുന്ന കുട്ടികൾ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ലക്ഷ്യം എന്റെ കുട്ടികൾ കുറച്ച് പേരുണ്ട്, അവർക്ക് പഠിപ്പിക്കാനാണ്. അതോടൊപ്പം ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ എന്റെ കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. 100-100-ലധികം കുട്ടികൾ ഏതൊക്കെയോ ജില്ലകളിൽ നിന്ന്, ഞാൻ പോലും കാണാത്ത നാട്ടിൽ നിന്ന് ഇന്നെ കാണുന്ന കുറെ കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വന്ന ആളുകള് അത് നല്ല സന്തോഷത്തോടെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മള് ഏറ്റവും പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഉമ്മു സലമയെയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇതിന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. ആ പറയാനുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ഉസ്താദ് നോക്കുന്നുണ്ടാവും ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഹോംവർക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ പാഠഭാഗത്തിലേക്ക് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ മുഫ്രദായ ഫീലിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞത് വസല, ഖറജ, ഖാമ. അതിന്റെ മുസന്ന മാദിയില് വസല, ഖറജ, ഖാമ എന്ന് പറഞ്ഞു. മുദാരി തന്നെ
മുഫ്രദ് യഗ്സിൽ പഠിച്ചു. യഗ്സിലാനി ആക്കുമ്പോൾ മാറ്റുമ്പോൾ അലിഫും നൂനും ചേർക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. യഹ്റുജു യഹ്റുജാനി യഖൂമു യഖൂമാനി ആണല്ലോ. ഇനി അടുത്തത് ഈ മാളിയായ തന്നെ ഇവിടെ നോക്കുക, നമുക്ക് ജംഉം കൂടെ പഠിക്കുന്നുണ്ട്. പേജ് 13-ാമത്തെ പേജിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോകാം. കാരണം ഇത് നമ്മൾ ക്ലിയർ ആക്കിയതാണ്. ഖറജ ഖറജ ഖറജു, കാന കാന കാനു, സഅല സഅല സഅലു, സല്ലമ സല്ലമ സല്ലമു. നമുക്ക് അടുത്തതും കൂടെ പഠിക്കാൻ കഴിയും അല്ലെ? അങ്ങനെ കഴിയുമെന്നതാണ്. മുളാരി തന്നെ ഇനി ഇതിന്റെ മുഫ്രദും മുസന്നിയും ജമ്മും പഠിച്ചിട്ടുണ്ടായിരുന്നു. യഹ്റുജു യഹ്റുജാനി യഹ്റുജൂന, യകൂനു യകൂനാനി യകൂനൂന, യസ്അലു യസ്അലാനി യസ്അലൂന, യുസല്ലിമു യുസല്ലിമാനി യുസല്ലിമുന. നമ്മൾ 13-ാമത്തെ പേജിലുള്ളതാണ്. ഇനി അതേപോലെ 16-ാമത്തെ പേജിലുമുണ്ട് മാളിയും മുളാരിയും ഒക്കെ ആയിട്ട്. കാരണം ഇത്രയും അധികം പാഠഭാഗത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ വരുന്നത് കൊണ്ട് നോക്കുക. നമുക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് 2020-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ കാണില്ലല്ലോ? ഒരു മിനിറ്റ്, ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്യണതിന് പകരം ഈ സൗണ്ടുകൾ കേട്ടപ്പോൾ നമ്മൾ അതിലേക്ക് മാറിയതാണ്. അതുകൊണ്ട് സ്ക്രീൻ ഷെയർ ചെയ്യാതെയാണ് ഇവിടെ പറഞ്ഞു തന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞ പേജുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും കേട്ടോ. ഇനി ഈ പേജ് നോക്കുക, കാണുന്നുണ്ടോ നിങ്ങള്? സൈഡിലെ മാർക്ക് നോക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 അല്ലെ? 10 × 3 എന്ന 30 മാർക്കിന് വന്ന ചോദ്യമാണിത്. നോക്കിയ ഷരീബന്റെ ഫിഅലിനെ മുനാസിബ് എവിടൊക്കെയാണോ യോജിക്കുക അവിടേക്ക് യോജിക്കുന്ന രീതിയിൽ ചേർത്ത് എഴുതാനാണ്. അപ്പൊ എങ്ങനെ ആയിരിക്കും അഭിപ്രായത്തില്? ഈ ഷരീബ ഇതുപോലെ എഴുതിയാൽ ജുനൈദ് ഷരീബൻ ഹലീബ്, ഇവിടെ ഷരീബ ഇവിടെ എഴുതിയാൽ ഒരു 3 മാർക്ക് റെഡിയായി. ഇനി ഇവിടേക്ക് എത്തുമ്പോൾ ജുനൈദും നബീലും 2 ആൾക്കാരുണ്ട്. ജുനൈദും നബീലും 2 പേര്. അപ്പൊ എന്തായി? ഷരീബ അലിഫിട്ട് കൊടുത്താൽ മതി അല്ലെ? അൽ ഔലാദു കുട്ടികൾ എന്നാണ്. അപ്പൊ എന്താ വേണ്ടത്? ഷരീബ ഷരീബ ഷരീബു ചേർത്താൽ എന്തായി? ഇവിടെ ഹലീബ് പാലാണ്, തെൽബീൻ അതൊന്നും വിഷയാക്കണ്ട, നമുക്ക് ഇവിടെ ചേർക്കേണ്ടുള്ളൂ. ഷരീബന്റെ സർഫാണ് ഇവിടെ എഴുതാനുള്ളത്. സർഫാക്കാന്നാ പറയാ കേട്ടോ. ഷരീബ ഷരീബ ഷരീബു ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച പ്രകാരം 12 മാർക്ക് റെഡിയായി. പിന്നെ ഇനി അടുത്തത് അൽ ഉമ്മു, ഉമ്മയാണ്. അപ്പൊ എന്താ വരിക? ഷരീബ ഷരീബ ഷരീബു ഷരീബത്ത് അല്ലെ? ഇനി ഉമ്മും ജദ്ദത്തുമാണ്, ഉമ്മയും ഉണ്ട് വല്യമ്മയുണ്ട്. അപ്പോഴോ ഷരീബ് ഷരീബത്ത നോക്കുക, സർഫാക്ക നോക്കണം. ഷരീബ് ഷരീബ ഷരീബ ഷരീബു ഷരീബത്ത് ഷരീബത്ത ഷരീബിന ഷരീബത്ത യാ അഖി ഹൽ ഷരീബത്ത അല്ലേ? ഷരീബത്ത ഷരീബത്തുമാ, നിങ്ങൾ 2 പേരും കൂടെ ഉള്ളത്. യാ ഷരീബത്ത ഷരീബത്തുമാ ഷരീബത്തും ഷരീബത്തി ഷരീബത്ത. അവിടെ നമ്മൾ ആ ഭാഗമാണ് ഇനി നമുക്കിത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ പറഞ്ഞു പോയി. ഇവിടെ ഈ 9ഉം 10ഉം എന്താന്നുള്ളത് നമുക്കൊന്നുകൂടി ക്ലിയർ ആക്കാം. ഏതായാലും നമുക്ക് ഒന്നും കൂടെ ഈ ഭാഗത്തൂടെ പോകാം. ജുനൈദ് തന്നെ ഒരു ആൺകുട്ടിയാണ്. ഒരു ആൺകുട്ടി ആകുമ്പോൾ ഷരീബ എന്ന് മാത്രം കൊടുത്താൽ മതി. ജുനൈദും നബീലും 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ 2 പുരുഷന്മാരാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഷരീബ അലിഫിട്ട് കൊടുത്താൽ മതി. ഔലാദാണ് കുട്ടികൾ എന്നായി ജംആയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഷരീബൂന്ന് കൊടുക്കണം അല്ലെ? ഇനി ഉമ്മ പെണ്ണാണല്ലോ. ഉമ്മനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഷരീബ മാത്രം കൊടുത്താൽ മതിയോ? ഇല്ല, ഉമ്മാത്തുള്ള താ കൊടുക്കണം, ഷരീബത്ത അല്ലെ? പിന്നെ ഉമ്മയും വല്യമ്മയും ആകുമ്പോഴോ ഷരീബത്താനി കൊടുക്കണം അല്ലെ? അല്ല, ഷരീബത്താനില്ല, ഷരീബത്താനേ ഉള്ളൂ. ഇതിൽ വരുമ്പോഴാണ് നൂനും അലിഫും നൂനുള്ളത് മുളാരി ആണെങ്കിലേ ഉള്ളൂ. ഇത് മുളാരിയാണോ? ജുനൈദും ഹലീബും അല്ല, ജുനൈദ് പാല് കുടിച്ചു എന്നല്ലേ? കുടിക്കും എന്നല്ലല്ലോ അല്ലെ? അല്ലെങ്കിൽ കുടിക്കുന്ന ആവാം. പക്ഷെ നമുക്ക് ഇവിടെ എന്താ വേണ്ടതുള്ളൂ? ഈ ഷരീബന്റെ ഇത് വെച്ചിട്ട് കൊടുത്താൽ മതി. ഈ മുളാരിയാക്കി കൊടുക്കുകയാണെങ്കിലോ ജുനൈദ് യഷ്റബുൽ ഹലീബ് അങ്ങനെ കൊടുത്താൽ മതി. പക്ഷെ നമ്മളോട് എന്ത് ചെയ്തില്ല? ഫിയല് മുളാരിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അല്ലെ? മുളാരിയാക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷരീബ മുളാരി ആക്കിയിട്ട് എഴുതണം. അതൊക്കെ 7ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്ക് മുളാരി ആക്കലൊക്കെ ഉള്ളൂ. അപ്പൊ മുളാരി ഉണ്ടാക്കണം. ഇപ്പോഴതൊന്നും വേണ്ട. ഷരീബിനെ നിങ്ങൾ സർഫാക്കി എഴുതിയാൽ ഈ പറയപ്പെട്ട 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പാഠഭാഗത്തിലുള്ള എല്ലാ ഭാഗത്തും ഇതന്നെ ഉള്ളത്. കുറെ പേജിലുണ്ട് അല്ലെ? നമ്മൾ സർഫാക്കിയത് ഇനി 14 സീഗകളും കൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. കത്തബയെ സർഫാക്കിയത് കാണുന്നുണ്ടോ? അവിടെ ബോർഡിൽ അല്ല, ബോർഡിൽ അങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന കത്തബത്ത കത്തബത്തുമാ കത്തബത്തും
കതബ്തി, കതബ്തുമാ, കതബ്തുന്ന, കതബ്തു, കതബ്ന. ഞാനത് മലയാളത്തിൽ കാണിച്ചു തരാം. കാണണ്ടോ നോക്കിയേ. കതബ, കതബ, അലിഫിന് പകരമുള്ളതാണ് ആ നേർച്ചിട്ട് കേട്ടോ. കതബു, കതബത്, കതബത, കതബന, കതബത, കതബത്തുമാ, കതബത്തും, കതബത്തി കസറ്, കതബത്തുമാ, രണ്ടോടത്തും അത് തന്നെ വരും കേട്ടോ. കതബത്തുമാ, കതബത്തുന്ന, കതബത്തു, കതബന. ഇനി നമ്മൾ അന്ന് പഠിച്ചിരുന്ന മലയാളത്തിൽ ചില വാക്കുകൾ ഉണ്ടല്ലോ. പറവ, പറവ വെച്ചിട്ട് സർഫാക്കി നോക്കാണ് നിങ്ങള്. പറവ റെഡി ഉണ്ടാവുക നോക്കുക. പറവ. അപ്പൊ ഇവിടെ എത്തുമ്പോ പറവ അല്ലേ. ഇവിടെ പറവൂ, ഇവിടെ എത്തുമ്പോ പറവത്ത്. വായു ശേഷം ഒരു താഴ് ചേർത്തു. പറവത്ത്. പിന്നെ അതിനെ പറവത്ത്, പറവത്ത, പറവത്ത്, പറവത്തിന അല്ലെ, പറവിന, പറവിന അല്ല അങ്ങനെ വരാ. കത്തബത്ത, കത്തബ, കത്തബ, കത്തബു, കത്തബത്ത്, കത്തബിന, പറവിന അല്ലെ, പറവിന. പറവുത്ത, പറവുത്തുമാ, പറവുത്തും, പറവുത്തി, പറവുത്തുമാ, പറവുത്തുന്ന, പറവുത്തു, പറവിന. ഇനി നമ്മളെ കടല സർഫാക്കി വെക്കാണ് ഇവിടെ. കടല, 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 കടലു, കടലത്ത്, കടലത്ത്, കടലത്ത, കടൽന, കടൽത്ത, കടൽത്തുമാ, കടൽത്തും, കടൽത്തി, കടൽത്തുമാ, കടൽത്തുന്ന, കടൽത്തു, കടൽന. ഇനി നമ്മൾ തവള സർഫാക്കി നോക്കി. തവള, തവള എങ്ങനെ ഉണ്ടാവും? തവള, തവള, തവളു, തവളത്ത്, തവളത്ത, തവൾന, തവൾത്ത, തവൾത്തുമാ, തവൾത്തും, തവൾത്തി, തവൾത്തുമാ, തവൾത്തുന്ന, തവൾത്തു, തവൾന. ഇനി വേറെന്താ കൊടുക്കുക? നമ്മളെ മഗധ അല്ലെ. ഹിസ്റ്ററി പഠിച്ച മഗധ കൊടുത്തു നോക്കാം നമുക്ക്. മഗധ, മഗധ, മഗധു. അറബി തന്നെ ആയിക്കോട്ടെ അല്ലെ. മഗധ, മഗധ, മഗധു, മഗധത്, മഗധത്ത, മഗധ, മഗധത്ത, മഗധത്ത, മഗധത്തുമാ, മഗധത്തും, മഗധത്തി, മഗത്തുമാ, മഗത്തുന്ന, മഗത്തു, മഗത്തിന. ഇങ്ങനെ ഉണ്ടാവും. ഏത് കൊടുത്താലും നിങ്ങൾക്ക് സർഫാക്കാൻ റെഡിയാവും. അപ്പൊ മാളി 14 സീറ നിങ്ങൾ സർഫാക്കാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പാട്ട് പാടി പഠിക്കാൻ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് എന്നർത്ഥം അല്ലേ. ഇനി ആണ് പറവിനെ സർഫാക്കിയതാണ് കേട്ടോ. മുതാരിയൊക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് മുതാരിയൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്നും കൂടെ പഠിക്കാം. തിരിച്ചു വന്നിട്ട് ഒന്നും കൂടി മനസ്സിലാക്കുന്നു. ജുനൈദ് എന്നത് ആണാകുമ്പോ ഈ ശരീബ അതുപോലെ കൊടുത്താൽ മതി. ഷറബ അല്ല ശരീബ. ശരീബ, ശരീബ, ശരിബു, ശരീബത്ത് ഉമ്മ. ഈ രണ്ട് ഉമ്മമാരാണ്. അപ്പൊ ശരീബത്ത അല്ലെ. ശരീബത്ത്, ശരീബത്തുമാ, ശരീബത്തും, ശരീബ്തി, ശരീബ്തുമാ ഒന്നുമില്ല അല്ലെ. നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എടുത്തു. കുറെ എണ്ണം റെഡിയാക്കി എടുത്തു. ഈ പറയപ്പെട്ട 9ഉം 10ഉം ഉണ്ടോ? യാ ഔലാദി, യാ ഹമീദ്, യാ ഷാക്കിർ. നമ്മൾ നോക്കുമ്പോ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഉമ്മ സർഫാക്കി വന്നതുപോലെ ഒന്നല്ല. അർത്ഥം നോക്കണം ഇവിടെ. ബനാത്തിന് ഉമ്മും ജദ്ദും റെഡി. അൽ ബനാത്ത് പെൺകുട്ടികൾ അതും റെഡി. ഇനി അത് കഴിഞ്ഞു. അതായത് ഫഅലൻ, ഫഅല, ഫഅലു, ഫഅലത്ത്, ഫഅലത്ത, ഫഅൽന വരെ റെഡിയായി. ഇത് ഇവിടെ അങ്ങനല്ല. ഇവിടെ വേറെ സാധനം മാറി. യാ അഹീന, എന്റെ ചങ്ങാദീന്നാണ്. അപ്പൊ ചങ്ങാദി എന്ന് പറഞ്ഞാൽ നീർക്കുന്നേരം സംസാരിക്കുന്ന ആളോടാണ് സംസാരിക്കുന്നത്. യാ ഹമീദ്, വയാ ഷാക്കിർ. ഹമീദേ, ഷക്കീറേ, ഷാക്കിറേ എന്ന് രണ്ടുപേരോട് നീർക്കുന്നേരം സംസാരിക്കുകയാണ്. അപ്പൊ യാ അഹീ എന്ന് പറഞ്ഞാൽ നേരെ സംസാരിക്കുകയാണ്. യാ ഔലാദി എന്ന് നേരെ സംസാരിക്കുകയാണ്. യാ ജമീലത്തു, അത് പെണ്ണിനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ നേരെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നത് അത് വേറെയാണ്. അപ്പൊ ശരീബ പറയുമ്പോഴും അതും വേറെയാണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പൊ ആ ഭാഗം നമ്മൾ ഇപ്പൊ പഠിക്കുന്നില്ല. ഏതുവരെ പഠിക്കുന്നുള്ളൂ? ഈ 6 ഇവിടെ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ എത്തുമ്പോ വേറെയാണ് എന്ന് മാത്രം മനസ്സിലാക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ ശരീബ, ഈ ജുനൈദ് അറിയുമ്പോഴത്തും ശരീബ കൊടുത്താൽ മതി. ജുനൈദ് നബിയിലോടത്ത് ശരീബ എന്ന് കൊടുത്തു. ഔലാദ് പറയുമ്പോൾ ജം ആയി. അപ്പൊ ശരീബന്റെ സർഫാക്കുമ്പോ ശരിബൂ എന്ന് കൊടുത്താൽ മാത്രം മതി. ഉമ്മയായി. ഉമ്മക്ക് എന്താ പറയുക? അറബിയാണ്. ജുനൈദ് ആണായപ്പോ ശരീബ കൊടുത്തു. ഇവിടെ ഉമ്മ പെണ്ണാകുമ്പോ എന്ത് ചെയ്യണം? ശരീബ, ശരീബ, ശരീബ. ഇവിടെ നിന്ന് എത്തുമ്പോ
ശരിപ്ത വേണം അല്ലെ. പിന്നെ ശരിപ്തുമാ, ശരിപ്തും മതി. ബാക്കിയുള്ളത് വേറെയാണ്. ആ വേറെയുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ അതാണ് ഈ പാഠഭാഗത്തിലൊക്കെ അത്ര ഭാഗം വരെ മാത്രമേ നിങ്ങൾ തന്നിട്ടുള്ളൂ. ഇനി കത്തബന്റെ ഒന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞത് ഉമ്മയാവുമ്പോ ഉമ്മയുടെ ഭാഗമുണ്ടല്ലോ. ഉമ്മ ആവുമ്പോ ജലസത്ത് ഇരുന്നു പറഞ്ഞ പോലെ അവിടെ ശരീബത്ത് ശരീബത്ത് എന്ന് പറയേണ്ടി വരും. ശരിബ്ത അല്ലെ, ശരിബ്തുമാ, ശരിബിന ശരി ജം ആകുമ്പോ ഒരുപാട് പേര് പെൺകുട്ടികൾ എല്ലാവരും കൂടെ കുടിച്ചു പറയുമ്പോ ഇവിടെ ശരിബിന എന്നുള്ളതാണ് വേണ്ടത് അല്ലെ. അപ്പോ ഇതാണ് ഇന്ന് നമ്മൾ നോക്കേണ്ടത് പ്രധാനമായിട്ട്. ഇന്നത്തെ പാഠഭാഗത്തിൽ വെക്കുന്നത് മുസന്ന, പെണ്ണിനോട് സംസാരിക്കുന്ന പെണ്ണാണ്, സ്ത്രീയാണ് എങ്കിൽ ജലസത്ത് എന്നാണ് ഇവിടെ കൊടുക്കുക. ജലസ ഇരിക്കുക എന്നുള്ളതാണ്. ജലസ ഒരാണിരുന്നു, ജലസ രണ്ടാണുങ്ങൾ ഇരുന്നു, ജലസ ഒരുപാട് ആണുങ്ങൾ ഇരുന്നു. ഇനി ഇവിടെ അന്നസാവുമ്പോ ഒരു സ്ത്രീ ഇരുന്നു എന്ന് പറയുമ്പോൾ ജലസത്ത് എന്നാണ്. ജലസത്ത്. രണ്ട് പെണ്ണുങ്ങൾ ഇരുന്നാൽ ജലസത്താന്നാണ്. ജലസ്ന ഒരുപാട് പെണ്ണുങ്ങൾ ഇരുന്നു എന്നാണ്. ഇത് ഈ ഭാഗം ക്ലിയർ ആയി തോന്നണം. ഒരു മുഅന്നസാവുമ്പോ ഒരു സ്ത്രീ, മുഅന്നസ് മുഫ്രദ് ഉമ്മ മാത്രമാകുമ്പോ ഇവിടെ പറയുന്നത് ഉമ്മ ഇരുന്നു എന്നാണെങ്കിൽ അൽ ഉമ്മു ജലസത്ത്. ഇവിടെ ഉമ്മയും വല്യമ്മയും കൂടിയാണ് ഇരുന്നത്, ജദ്ദത്തും കൂടി ഇരുന്നു. ഉമ്മ അൽ ഉമ്മു ജദ്ദത്ത് എന്ന് പറയുമ്പോൾ ജലസത്താന്ന്. ഇനി ഔലാദ് എന്ന് പറഞ്ഞ മാതിരി പിന്നെ പെൺകുട്ടികളാണ്, അപ്പോൾ നമ്മൾ ജലസ്നയാണ് കൊടുക്കുന്നത്. ഇത് പിന്നീട് പറയാം നമുക്ക്, മുതാരി നമുക്ക് പിന്നീട് പറയാം. രണ്ടും ഒരുമിച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണേ, ഒരുമിച്ചല്ല എന്ന് മാത്രം. അപ്പൊ നമ്മൾ ആ ചോദ്യത്തിലേക്ക് ഒന്നും കൂടെ വരാം. ഈ കണ്ട ചോദ്യത്തില് അൽ ഉമ്മു എന്നുള്ളത് ഇവിടെ ജലസയാണെങ്കിൽ എങ്ങനെ വരിക? ഈ ഭാഗം മാറ്റി, ഈ ഭാഗം വേണ്ട, ഈ ഭാഗം ഇല്ല, ഇവിടെ മാത്രം ഉമ്മു എന്നുള്ളത് ഇവിടെ എന്താ കൊടുക്കുക നമ്മള്? ജലസയാണെങ്കിൽ ഇത് ജലസയെന്ന് വെച്ചോളി. അപ്പൊ ഇവിടെ എന്താ കൊടുക്കുക നമ്മള്? ജലസത്ത് എന്നാണോ ജലസ്ന എന്നാണോ? ടൈപ്പ് ചെയ്യാൻ അറബിയിലാവുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പറയാനാണ് ഇനി സൗണ്ട് ഓണാക്കിയാൽ അതും ബുദ്ധിമുട്ടാവും. അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ നമ്മളെ ക്ലാസ്സിന്റെ ഒരു തടസ്സമുള്ളത് അല്ലെ. വലിയ ആൾക്കൂട്ടം ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും കൂടെ ടൈപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയറിങ് തൽക്കാലം നിർത്തുകയാണ്. ശരിക്കും ഞാനും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. വീഡിയോയിൽ വന്ന മുഹമ്മദ് സിനാൻ എന്താ സംസാരിക്കാനുള്ളത്? സംസാരിച്ചോളൂ. സംസാരിക്കാതെ വെറുതെ ഹാൻഡ് ഓക്കെ ചെയ്താണോ? അത് പറ്റില്ല മോനെ. മിഥിലാജിന് എന്താ പറയാനുള്ളേ? പറയണ്ടോ? എന്തെങ്കിലും സംസാരിച്ചോളി. അബ്ദുറഹ്മാൻ തറയില് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളി. സംസാരിക്കാനുണ്ടായിരുന്നു അല്ലേ? പറയാനുള്ളത് നിങ്ങൾക്ക് പറയാമായിരുന്നു. പറയാനുണ്ടോ? ഫർസാന, അനീസ, ഞാൻ അവസരം തരാം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് സംസാരിക്കാൻ. ഞാനും നിങ്ങൾ സംസാരിക്കാൻ പരിചയമില്ലാതിരിക്കാനുള്ളത് വളരെ പ്രധാനമാണല്ലോ അല്ലെ. പരിചയം ഉണ്ടാകുക എന്നുള്ളത് ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള അവസരം തരാണെന്ന് ഞാൻ ഒരാള് എന്ത് ചെയ്യണം? സംസാരിക്കണം. എല്ലാരും കൂടി സംസാരിക്കരുത് കേട്ടോ. ഒരു മിനിറ്റ്, ഞാനിപ്പോ ഓണാക്കാം. മൊയ്തീൻ ബഷീർ ഉസ്താദേ, നിങ്ങൾ ജസ്റ്റ് ക്ലാസ് എടുത്തോളി കുറച്ച് ഭാഗം. അപ്പോഴേക്കും ഞാൻ ഇവർക്കുള്ള സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ കാണുന്നുണ്ടോ? സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടാവെന്ന് വിചാരിക്കുന്നു അല്ലേ?
ഓക്കെ ഇൻഷാ അല്ലാ. കേൾക്കുന്നുണ്ട് സംസാരിച്ചോളൂ. പിന്നെ ഇൻഷാ അല്ലാ നമ്മളെ സമയം തന്നെ ഏകദേശം 15 മിനിറ്റ് 17 മിനിറ്റ് ഒക്കെ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ് നിർത്ത ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാവുന്നതാണ്. സാർ അതിനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇന്ന് മെയിനായിട്ട് നമ്മുടെ ക്ലാസ് എടുത്ത് നമുക്കറിയാം മാളിയ ഫീൽഡിനെ കുറിച്ച് തന്നെയാണ്. മാളിയ ഫീൽഡിന്റെ 6 രൂപങ്ങൾ ഒന്നും കൂടി തറവാക്കിയതാണ്. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കൂടുതൽ കാണുന്നത് ഇപ്പൊ സാർ നമുക്ക് പരിചയപ്പെടുത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ 30 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ട ചോദ്യം നമുക്കറിയാം. ഈ പറഞ്ഞ മാളി ആണെങ്കിലും അതിൽ മുതാരി ആണെങ്കിലും പ്രത്യേകിച്ച് മാളിയുടെ സർഫാക്കുന്ന രൂപമാണ് ഈ 6 രൂപങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തു നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. ഉദാഹരണം യാ വെച്ചിട്ടുള്ള ആ ചോദ്യഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഒരാളെ വിളിച്ചുകൊണ്ട് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് എടാ സെയ്ദ് എന്ന് വിളിച്ചാൽ പിന്നെ നമ്മൾ അവൻ ചെയ്യ് എന്നാണോ നീ ചെയ്യുന്നാണോ പറയാ? അവൻ ചെയ്തു എന്നാണോ നീ ചെയ്തു എന്നാണോ? അപ്പൊ നീ തേക്കാൻ നമ്മൾ ഉപയോഗിക്കും അല്ലേ? അപ്പൊ ആ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് പിന്നീട് വന്നിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാ ആ ചോദ്യപേപ്പറിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ നമ്മൾ വിളിച്ചാല് പിന്നെ നീ എന്നൊരു സംബോധനയാണ് നമ്മൾ നേർക്ക് നേർ സംസാരിക്കുക അല്ലെ? അങ്ങനെ വരുമ്പോ അവിടെ നമ്മൾ ഫാലയുടെ ഏത് രൂപമാണ് കൊടുക്കുക? 6 രൂപം, ആദ്യത്തെ 6 രൂപത്തിൽ നമ്മൾ വായിബിന്റെ രൂപം അല്ലെ? അവൻ ചെയ്തു, അവൾ ചെയ്തു, അവർ 2 പേർ ചെയ്തു, അവർ ഒരുപാട് പേർ ചെയ്തു എന്ന അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവർ ഒരുപാട് പേർ അല്ലെ? ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അതായത് നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് പറയാം. അതേസമയം ഇനി നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? അതായത് നീ ചെയ്തു, നമ്മൾ അടുത്തുള്ള ആളോട് പറയുമ്പോഴാണ് നമ്മൾ നീ ചെയ്യ്, നീ ചെയ്തു, നിങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് അല്ലെ? അപ്പൊ ആ രൂപത്തിലുള്ള പിന്നെ ഫീല് നമ്മൾ പറയുമ്പോൾ അത് ഫാലയുടെ അവസാനത്തെ 6 ഭാഗം ഉണ്ടല്ലോ, 6 പിന്നെ സർഫാക്കുന്ന രൂപങ്ങൾ. ഏറ്റവും അവസാനത്തിൽ 2 ഉണ്ട്. അതിനുള്ള മുത്തക്കല്ലിം എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും കുറെ ആളുകൾ അല്ലെ? ഏകദേശം നമ്മുടെ പാഠങ്ങളൊക്കെ തീരാനായിട്ടുണ്ടോ, തീർന്നിട്ടുണ്ടാവും. ചില ഉസ്താദന്മാരൊക്കെ പാഠങ്ങൾ തീർത്തിട്ടുണ്ടാവും. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് കുറഞ്ഞ ദിവസങ്ങളുള്ളൂ. നമ്മൾ പാഠങ്ങളൊക്കെ റിഹേഴ്സൽ അതിന് റിവിഷൻ നടത്തുന്ന സമയം കൂടിയാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാ പാഠങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് കുട്ടികൾക്ക് ഏറെക്കുറെ ഐഡിയുള്ള ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സിലുണ്ടാവും. അപ്പൊ അതൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും, അത് മനസ്സിലാക്കിയിട്ട് ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം എന്നാണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മള് പിന്നെ ഫഅൽതി അല്ല ഫഅൽത ഫഅൽതുമ ഫഅൽതും ഫഅൽതി ഫഅൽതുമ ഫഅൽതുന്ന ആ രൂപങ്ങളിലുള്ള ഫോമുകളാണ്, രൂപങ്ങളാണ് അതിന്റെ സ്വീകകൾ എന്ന് പറയും. സ്വീക നിങ്ങളെ പുസ്തകത്തിലൊക്കെ ഉണ്ടാവും, സ്വീകത്തുൽ മുഫ്രദി വൽ മുസന്ന എന്നൊക്കെ അല്ലെ? അപ്പോ നീ ചെയ്തു എന്നൊക്കെ ആണെങ്കിൽ ഫഅൽത എന്ന രൂപം ആണ് ഉപയോഗിക്കുക. നീ ഒരു പുരുഷനാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകൾ നമുക്കത് ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മള് സാർ പറഞ്ഞ നമുക്കറിയാം പരീക്ഷയെ കുറിച്ച് പരിചയപ്പെടുത്തിയോണ്ട് ആ ഭാഗത്തുള്ളൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. അപ്പൊ നീ നിങ്ങൾ എന്നൊക്കെയാണെങ്കിൽ, അതായത് ഒരാളെ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ചോദ്യങ്ങളെ വരണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും കൂടി എളുപ്പമാണ്. അവിടെ നമ്മൾ ഫഅൽത മുതലുള്ള 6 രൂപങ്ങൾ, അവസാനത്തെ 2 മുത്തക്കല്ലിമിന്റെ, അതായത് ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു എന്നതിനാണ് നമ്മൾ മുത്തക്കല്ലിം എന്ന് അറിയാം. മുത്തക്കല്ലിമിന് ആകെ 2 രൂപയേ ഉള്ളൂ. ഒന്ന് ഫഅൽതു, അത് ഒരാളാണെങ്കിൽ അല്ലെ? മുത്തക്കല്ലിമിൽ തന്നെ മുഫ്രദായ രൂപവും മുസന്നല്ല. മുത്തക്കല്ലിമിൽ മുസന്ന ഉണ്ടാവില്ല, ജമ്മിന്റെ രൂപം മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഞാൻ ചെയ്തു എന്ന് പറയും ഒന്നെങ്കിൽ. ഈ 2 ആളാണെങ്കിൽ 2 കൂടുതൽ എത്ര ആളുകളാണെങ്കിലൊക്കെ നമ്മൾ ഫഅൽന ഞങ്ങൾ ചെയ്തു എന്ന രൂപമാണ് അവിടെ ഉപയോഗിക്കുക അല്ലെ? അപ്പൊ ഇൻഷാ അല്ലാ നമ്മളെ ഈ കഴിഞ്ഞ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് സംസാരിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളെ ചോദ്യ പേപ്പറില് യാ ഖാലിദു, ഖാലിദേ എന്നൊക്കെ ഒരു വിളിയൊക്കെ അവിടെ ഒരാൾ വിളിക്കുന്ന ഒരു അഭിസംബോധനയുടെ രൂപം കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. ഫഅൽത ആ മുതലുള്ള ഒരാളാണെങ്കിൽ ഫഅൽത, ഒരാണാണെങ്കിൽ അത് തന്നെ ആ മുദക്കർ, ആണാണെങ്കിൽ ഒരു ആൺകുട്ടി ഒരാണ് അല്ലെ? ആരും ആകാം, കുട്ടി എന്നല്ല ഉദ്ദേശിച്ചത്, ആണാകാം. ആണായ ഒരാളാണെങ്കിൽ നമ്മൾ അവിടെ ഫഅൽത എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ജലസാണെങ്കിൽ ജലസ്ത അല്ലെ? പിന്നെ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുക. ഉദാഹരണം പറയുമ്പോൾ നീ ഇന്ന് പത്രം വായിച്ചോ എന്ന് അറബിയിൽ എങ്ങനെ ചോദിക്കാം? അപ്പൊ അവിടെ നമ്മൾ ഹൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ചോദ്യത്തിൽ. അപ്പൊ നമ്മൾ ഫീലാണ് ഫില്ലപ്പ് ചെയ്യേണ്ടി വരിക. അപ്പൊ ബ്രാക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലുള്ള എന്താണ്, ഇപ്പൊ ജലസയുടെ വ്യത്യസ്ത രൂപം അല്ലെ? അവിടെ ഇപ്പൊ കണ്ടല്ല ചോദ്യത്തില് ആ ജലസയാണെങ്കിൽ ജലസയുടെ രൂപങ്ങൾ, അല്ലെങ്കിൽ ഷെരിബാണെങ്കിൽ ഷെരിബയുടെ രൂപം. നമ്മൾ ചോദ്യത്തിൽ കണ്ടത് ഷെരിബയുടെ രൂപമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഒരു ആൺകുട്ടിയാണ് അവിടെ വിളിക്കണമെങ്കിൽ പിന്നെ അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുക?
ഹൽ ഷരിബത്ത, നീ കുടിച്ചോ. അപ്പൊ അവിടെ ഷരിബത്ത, നമ്മള് നിങ്ങൾ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, ലൊമീറുകൾ എന്ന് പറഞ്ഞ സംഗതി പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അല്ലെ, അറിയുന്ന കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും. അറിയാത്ത ആൾക്ക് അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ നമ്മളെ മുമ്പത്തെ അതൊക്കെ ഓർത്തെടുക്കണമെന്നല്ല കേട്ടോ അതിന്റെ കൂട്ടത്തില്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ ഒരു പുരുഷന് ഹുവ, അവർ 2 പുരുഷന്മാരാണെങ്കിൽ ഹുമ. അങ്ങനെ നമ്മൾ ഹും എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പുരുഷന്മാര്, ഹിയ പറഞ്ഞാൽ അവളൊരു സ്ത്രീ, ഹുമാ പറഞ്ഞാല് അവർ 2 സ്ത്രീകള്, ഹുന്ന അവർ ഒരുപാട് സ്ത്രീകൾ. അതുപോലെ പിന്നെ നമ്മൾ ലമീർ പഠിച്ചിരുന്നു, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന. കണ്ടില്ലേ, ആ രൂപങ്ങളാണ് ഈ ഫയലയിലേക്ക് നമ്മൾ ചേർത്തി കൊടുക്കുന്നത്. അതിന്റെ അവസാനത്തെ താവുകൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഉദാഹരണം പറഞ്ഞാല് നീ ഒരു പുരുഷൻ ചെയ്തു എന്നാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഫഅൽത അല്ലെ. ഫഅലയുടെ രൂപത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫഅൽത. ജലസ ആണെങ്കിൽ ജലസ്ത, ഖറ ആണെങ്കിൽ ഖറഅത, നീ വായിച്ചു, നീ ഇരുന്നു, നീ കുടിച്ചു എന്നൊക്കെ രൂപങ്ങള്. അപ്പൊ അവിടെ അൻത, അൻതുമാല അൻത ആ താ നമ്മൾ ഫഅലയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ അവസാനത്തിലെ ലാബിലേക്ക് ചേർത്തത് ഏതാണ്, അൻതയിലെ താലെ ഫഅൽത. അപ്പൊ എന്ത് കിട്ടും, നീ ഒരു പുരുഷൻ ചെയ്തു. ഈ ഫഅൽതുമ എന്നാണെങ്കിൽ നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്തു. ഫഅൽതും എന്നാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പുരുഷന്മാർ ചെയ്തു അല്ലെ. പിന്നെ അവിടെ നമ്മള് ഫഅൽതി ആ തായിന് കസറ് കൊടുത്താൽ എന്തായി, നീ ഒരു സ്ത്രീ ചെയ്തു എന്നാവും. അപ്പൊ ഫഅൽത എന്ന നീ ഒരു പുരുഷനായപ്പോ തായിന് ഫത്ഹ ആണെങ്കിൽ, നീ ഒരു സ്ത്രീ എന്നാണെങ്കിൽ എന്താക്കണം, ആ തായിന് കസറ് കൊടുത്താൽ മതി, ഫഅൽതി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ 2 പുരുഷന്മാർ ചെയ്തു, നിങ്ങൾ 2 സ്ത്രീകൾ ചെയ്തു, ഈ രണ്ടിനും നമ്മൾ ഉപയോഗിക്കുന്ന രൂപം ഫഅൽതുമ എന്നാണ്. കാരണം അൻത അൻതുമ, അവിടെ അൻതുമ എന്നല്ലേ, അൻതും, അൻതി അൻതുമ അൻതുന്ന. അപ്പൊ നിങ്ങൾ 2 പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ 2 സ്ത്രീകളാണെങ്കിലും മാദിയായ ഫീലില് ഫഅൽതുമ രൂപമാണ് ഉപയോഗിക്കുക. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ 2 പുരുഷന്മാരാണെങ്കിലും ഫഅൽതുമ തന്നെയാണ്, നിങ്ങൾ 2 സ്ത്രീകളാണെങ്കിലും ഫഅൽതുമ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ ഫഅൽതുമ നമ്മൾ എന്തിനാ പറയണത്, അതൊരു മോഡൽ ഫീലാണ്. നമ്മളെ എല്ലാത്തിനും നമ്മൾ ഈ ഫഅലയിലെ ഫഅലയുടെ രൂപങ്ങളാണ് നമ്മൾ പഠിക്കുക. പിന്നെ അതിന്റെ ബാക്കിയുള്ള ഫീലുകളൊക്കെ അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ചൊല്ലി പറഞ്ഞ് പഠിച്ചാൽ മതി. കുറച്ച് ഫീലുകൾ പഠിച്ചാൽ തന്നെ പിന്നെ നമുക്ക് തറവായി കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരും. ഉസ്താദ് സാറ് നമുക്ക് പറഞ്ഞതല്ലോ ഒരുപാട്, പ്രത്യേകിച്ച് നമുക്ക് മലയാളത്തിലൂടെ ഒക്കെ വളരെ രസകരമായിട്ടാണ് മാഷ് നമുക്ക് പറഞ്ഞത് അല്ലെ. അത് നമുക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റ് പഠിക്കാൻ അല്ലെ. അപ്പൊ മലയാളത്തിലെ നമ്മൾ കേട്ട വാക്കുകളാണ്. അപ്പൊ കേട്ട വാക്കുകളിലൂടെ നമ്മൾ കേൾക്കാത്ത ഇങ്ങനത്തെ അറബി വാക്കുകൾ ചേർത്തി നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സർഫാക്കാൻ കഴിയും. നമുക്ക് മെയിൻ ആയിട്ട് എന്തിനെ ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലായല്ലോ. നമുക്ക് മെയിൻ ആയിട്ട് ഈ നമ്മൾ ഈ കണ്ട ചോദ്യപേപ്പറിലൊക്കെ ഒരു ഏറെക്കുറെ ഒരു 3/4% അല്ലെങ്കിൽ പകുതിയോളം എന്നല്ല 3/4% നമുക്ക് ചോദ്യം വരുന്നത് ഈ സർഫാക്കുന്ന രൂപങ്ങളിൽ നിന്നാണ്. മാദിയ ഫീലിനെയും മുലാരിയ ഫീലിനെയും സർഫാക്കുന്ന രൂപങ്ങൾ. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ. പക്ഷെ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് നമ്മൾ മനസ്സിലായാലാണ് പിന്നെ നമുക്കിത് ഇതാവും. ഓക്കെ. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടത് അവസാനത്തെ ഭാഗം പിന്നെ അതായത് ഈ ഫഅലായിട്ട് ഇപ്പൊ നമ്മൾ ഫഅല ഉദാഹരണം പറഞ്ഞെങ്കിലും ഇപ്പൊ നമ്മൾ ചോദ്യം ചോദിച്ചത് ഷെരിബയായിരുന്നു അല്ലെ. അപ്പൊ അവിടെ നമ്മള് ഷെരിബ ആണെങ്കിൽ എന്തെങ്കിലും ഒരാളെ വിളിക്കുകയാണെങ്കിൽ യാ സെയ്ദു, സെയ്ദേ നീ എന്ത് ചായ കുടിച്ചോ. അപ്പൊ നമ്മൾ അങ്ങനെ ചോദിക്കാം, ഹൽ ഷെരിബത്ത എന്നാണോ ഹൽ ഷെരിബത്തുമ എന്നാണോ ചോദിക്കുക, ഹൽ ഷെരിബത്ത അല്ലെ. അതായത് അവിടെ ഒരാളായതുകൊണ്ട് ഹൽ ഷെരിബത്ത നീ കുടിച്ചോ, യാ സെയ്ദു സെയ്ദേ. അപ്പൊ നമുക്കറിയാം ഫാലയുടെ അല്ലെങ്കിൽ ഷെരിബാണ് ഇവിടെ. ഷെരിബയുടെ ഏത് രൂപം ഉപയോഗിക്കുക, ആ അവസാനത്തിൽ താവുകൾ ചേർത്ത് കൊടുക്കുന്ന രൂപം അല്ലെ. അതായത് ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന എന്ന് വരുന്ന ആ രൂപത്തിൽ നിന്നാണ് ചെയ്യേണ്ടത്. ആ രൂപത്തിൽ നിന്നാണ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കേണ്ടി വരിക. അപ്പൊ നിങ്ങൾ എന്നുള്ള രൂപം നമുക്ക് ഈ അവസാനത്തില് അൻത അൻതുമ അൻതും അതായത് ഫഅൽത ഫഅൽതുമ ഫഅൽതും, അവസാനത്തില് ത തുമാത്തും തീ തുമാത്തുൻ അല്ലെ. അതായത് അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന എന്ന ആ രൂപത്തിൽ വരുന്ന ഫീലുകൾ നമ്മൾ മനസ്സിലേക്ക് വരണം. അതായത് അവസാനത്തെ 6 കേട്ടോ. അപ്പോ പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ ഷെരീബാണ് ചോദിച്ചില്ല. അപ്പൊ അവിടെ 2 ആളുകൾ വിളിക്കുകയാണെങ്കിൽ ഉദാഹരണം പറഞ്ഞാല് സെയ്ദും ഖാലിദ്, 2 ആളുകൾ വിളിക്കണം, യാ സെയ്ദു യാ ഖാലിദു, സെയ്ദേ ഖാലിദേ. അപ്പൊ നമ്മൾ ഞാൻ എന്താ ഉപയോഗിക്കുക അവിടെ, 2 ആളുകളാണല്ലോ. ഷെരിബത്താന്ന് കൊടുത്താൽ മതിയാകോ, ഇല്ല. കാരണം എന്താ, ഷെരിബത്താന്നാണെങ്കിൽ നീ ഒരു പുരുഷൻ കുടിച്ചു എന്നാണ്. ഒരാളാണ് നമ്മളെ പറയാം. എന്നാൽ 2 ആളാകുമ്പോ നമ്മള് അവിടെ എന്താ കൊടുക്കേണ്ടത്, ഷെരിബത്തുമാ നിങ്ങൾ 2 പേരും കുടിച്ചോ. മനസ്സിലായല്ലോ. അതേപോലെ ഇനിയിപ്പോ നമ്മള് ഒരു 3 ആളുകൾ വിളിക്കാണ്, 3 കൂടുതൽ എത്രയായാലും നമ്മൾ ജമ്മിന്റെ രൂപമാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ യാ സെയ്ദു
വയാ ജമാലു, വയാ കബീറു, അങ്ങനെ 2-3 ആളുകൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ അത് ഉപയോഗിക്കാം ഹൽ ശരിബത്തും, അല്ലെ? അവിടെ ശരിബത്തും എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഒരു രൂപം ഉപയോഗിച്ചാൽ പോരാ. ആ ഓരോ സന്ദർഭങ്ങളിലും ഏത് രൂപമാണ് ഉപയോഗിക്കുന്നത്, ഏത് രൂപമാണ് ഫീലിന്റെ ഇതിന്റെ ഏത് രൂപമാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ആ ചോദ്യത്തെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് കുട്ടികൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാം. നമുക്ക് വീഡിയോയിൽ വന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്യാം. ആ വീഡിയോത്തിന് നേരെ മുന്നിൽ നിങ്ങളുടെ മൈക്ക് ഉണ്ടാവും, ആ ഭാഗത്ത് മൈക്ക് ഓൺ ആയിക്കോട്ടെ. സംസാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട്സുകൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഓൺ ആയിക്കുമ്പോഴോ ഫർസാന, അനീസ്, നിങ്ങളെ സൗണ്ടിന് നേരെ ഉണ്ടാകും, വീഡിയോ ഉണ്ടാകും. അതിന് നോക്കിയാൽ മതി. ആ വീഡിയോയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും ഒരു സൗണ്ട് ഉള്ള ഭാഗം. അതിന് നോക്കിയാൽ മതി. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മളെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ കുറെ ആളുകളെ പുറത്താക്കിയെന്നത് പണി. സ്ഥിരമായി ബുദ്ധിമുട്ടിക്കുന്ന കുറച്ച് ആളുകളെ പുറത്താക്കി. തമാശ കളിക്കായിരിക്കും. ഞാനും തമാശ കളിച്ചതാണ്. അടുത്ത ദിവസം മുതൽ ക്ലാസ്സിലേക്ക് കയറൊക്കെ ചെയ്യാം. എന്നാൽ ഇനി നമ്മൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ മെയിൽ ID വാങ്ങിയിട്ടുണ്ട്. മെയിൽ ID വാങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ കളിച്ച് പുറത്താക്കിയാൽ പിന്നെ ആ കുട്ടിക്ക് പിന്നെ കയറാൻ കഴിയില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള മൈക്കുകൾ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. നോക്കിയേ, ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ നേരെ മുന്നിൽ തന്നെയുള്ള ടൈമിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഫോണിന് നേരെ താഴത്തുള്ള ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ലാന്നല്ലേ? ഇന്നലത്തെ ഹോംവർക്ക് ജമീല ഇല്യാസ് എന്താ പറയണേ? പറ്റുന്നില്ല. അത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ മ്യൂട്ട് നെക്കിയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണത്. മ്യൂട്ട് നെക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺ ചെയ്യാമായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരാം നമുക്ക് കേട്ടോ. ചോദിക്കാനുള്ള അവസരം തരാം. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താണ് വരുന്നുണ്ട് നമ്മളെ ഒന്ന്